കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടത്തിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ വീട് നിർമ്മാണം തുടങ്ങി. സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയെന്ന് ബിന്ദുവിന്റെ കുടുംബം. മന്ത്രിമാർ ഉൾപ്പെടെ പ്രതിസന്ധി കാലത്ത് കൂടെ നിന്നവരോട് നന്ദിയുണ്ടെന്നും ഭർത്താവ് വിശ്രുതനും മാതാവ് സീതമ്മയും കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഒരു 80 പ്രാവശ്യമെങ്കിലും മുറുക്കും. ഇപ്പം മറ്റൊരു 2-3 മുറുക്കും ഉണ്ടായിരുന്നുള്ളൂ. ഇവള് പോയതിൻ്റെ വിഷമമൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൂടുതൽ മുറുക്കുവാണ്. എന്ത് ചെയ്യാനാ? മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരണമടഞ്ഞ ബിന്ദുവിൻ്റെ തലയോലപ്പറമ്പിലെ വീടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ പുനരുദ്ധാരണം നടത്തി പൂർത്തീകരിച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യഘട്ടമായി വീടിൻ്റെ മുൻഭാഗത്തെ മതിലിൻ്റെ നിർമ്മാണമാണ് ആരംഭിച്ചിരിക്കുന്നത്. എത്രയും വേഗം പണികൾ പൂർത്തിയാക്കി പുതിയ വീട് പോലെ ഈ കുടുംബത്തിന് കൈമാറാനാണ് തീരുമാനം. ഈ ഘട്ടത്തിൽ ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതനും മാതാവ് സീതമ്മയും നമുക്കൊപ്പം ചേരുകയാണ്. സർക്കാർ വലിയ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ മുന്നിൽ ബിന്ദു മരണപ്പെട്ടതിന് ശേഷം വെച്ചിരുന്നു. അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ? പാലിക്കപ്പെടുന്നുണ്ട്. ഉണ്ട്. ആദ്യഘട്ടത്തിൽ 50,000 രൂപ നൽകി, പിന്നീട് കഴിഞ്ഞ ദിവസം 10 ലക്ഷം രൂപ കൈമാറി. ഇനി മോൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയോ? തുടങ്ങിയല്ലോ. ഇന്ന് തുടങ്ങുമായിരുന്നു. ഞങ്ങളുടെ കയ്യിലായിരുന്നു താമസം ഉണ്ടായത്. അതിപ്പോൾ അവർ നേരത്തെ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി താമസം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് അവർ തുടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുക? ഇപ്പം നമ്മൾ ഈ സൈഡ് കെട്ടാന്നുള്ള പരിപാടിയാണ്. അപ്പം ആ സൈഡ് കെട്ടി തീർന്നതിന് ശേഷം അടുത്ത ഓണമൊക്കെ ആകുമ്പം നമ്മൾ ഇച്ചിരി ഒരു പൂജയുണ്ട് അമ്പലത്തിൽ. ആ പൂജയും കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ദോഷമൊക്കെ മാറ്റിയിട്ട് അങ്ങ് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഈ സർക്കാരിൻ്റെ സമീപനത്തിൽ പൂർണ്ണ സംതൃപ്തരാണോ? സംതൃപ്തരാണ്. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. മന്ത്രി വാസവനും വീണ ജോർജുമൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചത്? അങ്ങനെ തന്നെ. അത് അനുകൂലമായി ഇനിയും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. കുടുംബത്തോട് നിൽക്കുമെന്നാണ് സാറ് പറഞ്ഞത്, വാസു സാറ് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കും അതിനെ ഞാൻ അന്നും പറഞ്ഞത് എനിക്ക് വിശ്വാസത്തിൽ നിൽക്കുകയാണിത്. ഞാൻ ഒരാൾ തരാമെന്ന് പറഞ്ഞത് ഞാൻ ആ വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അത് തന്നെ. അമ്മ, ഈ സർക്കാർ അമ്മേനെയൊക്കെ ചേർത്ത് പിടിച്ചെന്ന് വിശ്വാസമുണ്ടോ? എനിക്ക് ചേർത്ത് പിടിക്കുന്നൊരു വിശ്വാസമുണ്ട്. അവർ വീണ്ടും വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ട് പോയി. എന്ത് വേണമെങ്കിലും അവരെ സമീപിച്ചോളാനൊക്കെ അവർ പറഞ്ഞിട്ടാണ് പോയത്. ഒരു വളരെ സന്തുഷ്ടയാണ് ഞാൻ. പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിക്കപ്പെടുന്നുണ്ടോ? ഒരു പറഞ്ഞിടത്തോളം എല്ലാം മിക്കവാറും പാലിക്കപ്പെട്ടല്ലോ. ഇനിയിപ്പോൾ ഇതിനല്ലേ പാലിക്കാനുള്ളൂ. ഇടയ്ക്ക് ഇവരെല്ലാം വിളിക്കുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ടോ? മന്ത്രിമാരൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ വരുന്നുണ്ട്. മോളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ബെറ്ററായോ സർജറിക്ക് ശേഷം? സർജറിക്ക് ശേഷം ഇപ്പം 2 വട്ടം ഛർദ്ദിച്ചല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമായിരുന്നു. മെനങ്ങാന്ന് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഐസിയില്ല. ചികിത്സയൊക്കെ സൗജന്യമായിട്ടായിരുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ലായിരുന്നു. സൗജന്യമായിരുന്നു. ഇതുവരെ ഉള്ളത്. ഇന്നലെ വരെയൊക്കെ ഉള്ള സൗജന്യമായിരുന്നു. അന്നും സർജറി കഴിഞ്ഞൊക്കെ സൗജന്യം. ഞങ്ങൾക്ക് അതിനകത്തൊരു പാടുമില്ലായിരുന്നു. എല്ലാം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തന്നതാണ്. കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ സർക്കാർ ചെയ്യുന്നു. അതെല്ലാം ഭംഗി. ഞാൻ എന്നും പറഞ്ഞു 100% സർജറി നല്ലോണം ചെയ്ത് ഡോക്ടർമാരെ നല്ല സാന്നിധ്യം ഉണ്ടായിരുന്നു. സർക്കാർ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. കൃത്യമായ കാര്യങ്ങൾ. സർക്കാരിനോട് നന്ദിയുണ്ട്. തീർച്ചയായും. പിന്നെ നമ്മൾ നന്ദിയില്ലാതെ നമ്മൾ ഇത്രയൊക്കെ ചെയ്തു തരുമ്പോൾ നമ്മൾ നന്ദിയോട് കാണിക്കുന്നത് എങ്ങനെ? തീർച്ചയായും. ഞാൻ പറഞ്ഞില്ലേ 100% സർക്കാർ കൂട്ടത്തിൽ നിന്നെല്ലാം ചെയ്യുമായിരുന്നു. അവിടെ നമ്മൾ തന്നെ അതിനെ തിരിച്ചു കാണുന്നത് ഇല്ല. നേരെ തന്നെ കാണത്തുള്ളൂ. അമ്മച്ചിക്ക് എന്നാ കാര്യത്തിൽ പറയാനുള്ളത്? എനിക്കെന്താ പറയാനാ? നമുക്ക് കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഒരു ഞാൻ അതിൽ നിന്നും ഇപ്പം മുക്തയായിട്ടില്ല മോനെ. എൻ്റെ കുഞ്ഞ് പോയിട്ട് എനിക്ക് മുക്തയായിട്ടില്ല. എനിക്കൊന്നും പറയാനറിയാവുന്നതല്ല. എനിക്കെല്ലാം പറയാനൊക്കെ അറിയാം മോനെ. എന്തായാലും മകളുടെ വേർപാട് ഈ കുടുംബത്തെ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതാണ് അമ്മയുടെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാവുന്നതും. എന്തായാലും സർക്കാർ ഈ കാര്യത്തിൽ ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മാതാവിനും ഭർത്താവിനും പറയാനുള്ളത്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.